നമസ്കാരം. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിൽ ഭീകരരും സൈന്യവും ഏറ്റുമുട്ടി 3 ഭീകരരെ വധിച്ചു. ജമ്മു കാശ്മീരിലെ കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. റെഡ്വാനി മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. അതിനിടെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് സൈന്യം ഭീകരരെ വധിച്ചത്. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ സൈന്യം തിരച്ചിൽ തുടരുകയാണ്. കൊല്ലത്ത് ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തി ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മകൻ ഗുരുതരാവസ്ഥയിൽ. കൊല്ലം പരവൂർ പൂതക്കുളത്ത് ഭാര്യയെയും മകളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി മധ്യവയസ്കൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ശ്രീജു എന്നയാളാണ് ഭാര്യ പ്രീത, മകൾ ശ്രീനന്ദ എന്നിവരെ കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീരാഗ് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജീവനൊടുക്കാൻ ശ്രമിച്ച ശ്രീജുവും ആശുപത്രിയിലാണ്. കടബാധിതയാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിലേക്ക് ശ്രീജുവിനെ നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ച പ്രീത പൂതക്കുളം സഹകരണ ബാങ്കിലെ RD സ്റ്റാഫാണ്. ഓടിക്കൊണ്ടിരുന്ന ടിപ്പർ ലോറിക്ക് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. തിരുവനന്തപുരം പോത്തൻകോടാണ് സംഭവം. വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് പാറക്കല്ല് കൊണ്ടുപോവുകയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. വാഹനത്തിന്റെ എഞ്ചിനാണ് തീപിടിച്ചത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ അരുൺ വാഹനം നിർത്തി പുറത്തിറങ്ങി. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ തീ ആളിക്കത്തുകയായിരുന്നു. തുടർന്ന് കഴക്കൂട്ടം സ്റ്റേഷനിലെ 2 ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണച്ചു. ഡീസൽ ടാങ്കിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാസർഗോഡ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. 3 മരണം. ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലാണ് വാഹനാപകടമുണ്ടായത്. ഗുരുവായൂർ സ്വദേശി ശ്രീനാഥ്, ശരത് മേനോൻ എന്നിവരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരാളുമാണ് മരിച്ചത്. ആംബുലൻസിൽ സഞ്ചരിച്ച രോഗി ഉഷ, ഡ്രൈവർ ശിവദാസ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും മംഗലാപുരം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. സ്കൂട്ടർ യാത്രക്കാരിയായ സ്ത്രീക്ക് നേരെ മദ്യപന്റെ ആക്രമണം. പ്രതിയെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു. പത്തനംതിട്ട തിരുവല്ലയിൽ യുവതിക്ക് നേരെ മദ്യപന്റെ ആക്രമണം. തിരുവല്ല സ്വദേശി ജോജോയാണ് യുവതിയെ ആക്രമിച്ചത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെയാണ് ആക്രമിച്ചത്. യുവതിയെ ജോജോ ബൈക്കിൽ നിന്ന് വലിച്ച് താഴെയിട്ടു. അക്രമത്തിൽ റോഡിൽ വീണ യുവതിയെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ മദ്യപിച്ചെത്തി നേരത്തെ ബഹളം വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് റോഡിലിറങ്ങി യുവതിയെ ആക്രമിച്ചത്. ഇതേസമയം പ്രതിയെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു. പോലീസ് ജീപ്പിലിട്ടാണ് പ്രതിയെ ബന്ധുക്കൾ മർദ്ദിച്ചത്. ബേക്കറിക്ക് തീപിടിച്ചു. സാധനങ്ങളും ഫർണിച്ചറുകളും പൂർണ്ണമായും കത്തിനശിച്ചു. കിളിമാനൂർ ജംഗ്ഷനിൽ ബേക്കറി കത്തിനശിച്ചു. വടകര സ്വദേശി ഇസ്മായിലിന്റെ ഉടമസ്ഥതയിലുള്ള ടോപ്പ് ബേക്കറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു സംഭവം. തീ പടരുന്നത് കണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് വെഞ്ഞാറമൂട് അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. താഴെയും മുകളിലുമായി പ്രവർത്തിക്കുന്ന കടയുടെ താഴെ നിന്നും തീ പടർന്ന് മുകളിലേക്കും എത്തി. സാധനങ്ങളും ഫർണിച്ചറുകളും പൂർണ്ണമായും കത്തിനശിച്ചു. യഥാസമയം തീ കെടുത്തിയതിനാൽ മറ്റിടത്തേക്ക് പടരാതെ വൻ അപകടം ഒഴിവായി. 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കരുതുന്നു. ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ കാർ ഇടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. സംസ്ഥാന പാതയിൽ തട്ടത്തുമലയ്ക്ക് സമീപം കാർ പിന്നിലിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സമീപത്തെ വൈദ്യുത തൂണിൽ ഇടിച്ചു മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഓട്ടോയിലെ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. തട്ടത്തുമല സായുജ്യത്തിൽ മുരളീധരൻ ആശാരിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ബഷീർ, സുനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച പകൽ 2:30 മണലേത്തുവച്ചയ്ക്കും കുറുവൻകുഴിക്കുമിടയിലാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ മുരളീധരനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വളർത്തുനായയെ പുലി പിടിച്ചുകൊണ്ടുപോയി. അമ്പലവയലിൽ വളർത്തുനായയെ വീട്ടുവളപ്പിൽ നിന്ന് പുലി പിടിച്ചുകൊണ്ടുപോയി. സംഭവത്തിന്റെ CCTV ദൃശ്യം ലഭിച്ചു. പുലർച്ചെ 1 മണിക്കാണ് സംഭവം. അമ്പലവയൽ ആറാട്ടുപാറയിൽ PK കേളു എന്നയാളുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി പിടിച്ചുകൊണ്ടുപോയത്. 1 മണിയോടെ വീടിന് പിറകിൽ നിന്ന് ശബ്ദം കേട്ട് വീട്ടുകാർ ഇറങ്ങി വന്ന് നോക്കിയെങ്കിലും പുലി ഓടുന്നതാണ് കണ്ടത്. ഇതോടെ അവിടെ സ്ഥാപിച്ചിരുന്ന CCTV പരിശോധിക്കുകയായിരുന്നു. ഇതിൽ പുലി നായയെ പിടിച്ചുകൊണ്ടുപോകുന്നത് വ്യക്തമായി കാണാം. ശബ്ദമില്ലാതെ പമ്മിയെത്തുന്ന പുലി ഒന്ന് കരയാൻ പോലും ഇടകൊടുക്കാതെ നായയെ കടിച്ചെടുത്തുകൊണ്ട് ഓടുകയാണ്. വനവാസ മേഖല തന്നെയാണിത്. എന്നാൽ പുലിയുടെ ആക്രമണം അത്ര സാധാരണമല്ല.
ആലപ്പുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി, ഡ്രൈവർ രക്ഷപ്പെട്ടു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കാറിലുണ്ടായിരുന്ന ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പിന്നാലെ വന്ന വാഹനയാത്രക്കാർ കാറിൽ നിന്നും പുകയുയരുന്ന വിവരം ഡ്രൈവറെ അറിയിക്കുകയായിരുന്നു. ഡ്രൈവർ പുറത്തിറങ്ങിയ ഉടൻ കാറിൽ മുഴുവൻ തീ പടർന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി തകഴി എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. മാരുതി 800 കാറാണ് കത്തി നശിച്ചത്. ടിപ്പർ ലോറികളുടെ അമിത വേഗതയിൽ നടപടിയെടുത്തില്ല. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗതാഗത മന്ത്രി. ടിപ്പർ ലോറികളുടെ അമിത വേഗതയിൽ മോട്ടോർ വാഹന വകുപ്പിനെ വിമർശിച്ച് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ. ടിപ്പർ ലോറികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്നും ഗതാഗത മന്ത്രി ആരോപിച്ചു. വിഷയത്തിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി വിശദീകരണം തേടിയിട്ടുണ്ട്. കഴക്കൂട്ടത്ത് ടിപ്പർ ലോറി ഇടിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ MVD അടിയന്തര പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു.